ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ പ്രയാസം പറയാൻ വിളിക്കുക ആ നമ്പറിലാവുമായിരുന്നു. ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഈ തീരുമാനം നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു, അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാക്കും, ഒന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും, താൻ അവിടെ പോണം എന്ന് പറയുമായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള സകല ആളുകളെയും വിളിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷന് വരുമോ എന്ന് ചോദിച്ചാൽ OS ഞാൻ വന്നിരിക്കും എന്നോട് പറയുമായിരുന്നു. ഈ വേദിയിൽ ഉണ്ടാകുമായിരുന്നു. ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണമെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പുതുപ്പള്ളിയുടെ കബറിടത്തിൽ വന്ന് നിന്നപ്പോ വാക്കുകളുടെ അല്ലെങ്കിലും എന്നോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് വടകരയിലേക്ക് പോകണം, എന്നോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാകും വടകര ജയിക്കണം, എന്നോട് അവിടെ പറഞ്ഞിട്ടുണ്ടാകും അക്രമ രാഷ്ട്രീയത്തിനും വർഗീയ ഫാസിസത്തിനും കാലം ആഗ്രഹിക്കുന്ന തിരിച്ചടി വടകരയിലെ ജനങ്ങളുടെ കരുത്തിൽ നിന്ന് കൊടുക്കണമെന്ന് ആ നേതാവ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന കാര്യത്തിന് എനിക്ക് സംശയമില്ല. ആ അനുഗ്രഹവും മേടിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒട്ടും അഹങ്കാരമില്ലാതെ, ഒരു കാര്യം അഹന്തയും അഹംഭാവവും ഇല്ലാതെ നെഞ്ചിൽ കൈവച്ച് വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോടും പാർട്ടി മുന്നണി പ്രവർത്തകരോടും ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വേദിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് മാലകൾ കിട്ടി. ആ വഴിയിലുടനീളം ആയിരക്കണക്കിന് ആളുകൾ എന്നെ നോക്കി കൈവീശി. ഈ വഴിയിൽ വരുന്ന വണ്ടിയിലും വാഹനത്തിലും എത്രയോ ആളുകൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ തന്നു. കുറെ ആളുകൾ ചേർത്ത് പിടിച്ചു, കുറെ ആളുകൾ പിച്ചി, കുറെ ആളുകൾ കെട്ടിപ്പിടിച്ചു, കഴുത്തിൽ കൈവച്ചു, എല്ലാം തന്നു. മാല തന്നു, പൂക്കൾ എറിഞ്ഞു, എല്ലാം തന്നു. പക്ഷെ ഞാൻ ഈ വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങിയ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ആരുടേതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അത് ആരുടെ നിന്നാണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിന്റെ മുഖത്ത് ഷേവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ മുറിവ് മുഖത്ത് വന്ന സഹിക്കുന്ന അമ്മമാരോ ഭാര്യമാരോ ഈ വേദിയിലുണ്ടോ? നിങ്ങളുടെ കുട്ടി മുറ്റത്തൊന്ന് ഓടിക്കളിക്കുമ്പോൾ ഒന്ന് വീണിട്ട് കാലിന്റെ മുട്ടിന്റെ തൊലി ഒരല്പം ഒന്ന് പോയാൽ അത് കുട്ടി വീണതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നിസ്സാരമായി കളയുന്ന ഒരമ്മ, ഒരച്ഛൻ, ഒരേട്ടൻ, ഒരു സഹോദരി എന്നെ കേൾക്കുന്ന ഈ സംഗമത്തിലുണ്ടാവുമോ? നിങ്ങൾ ഓടിച്ചെന്ന് വാരിയെടുക്കില്ലേ? അയ്യോ സാരയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മുറിവ് ഒഴിഞ്ഞു കൊടുക്കില്ലേ? നിങ്ങൾ ആ മുറിവ് മാറ്റില്ലേ? ആ ചെറിയ ഒരു മുറിവ് ഷേവ് ചെയ്യുമ്പോൾ വന്നതിന് ഐസ് വെക്കാനോ ക്രീം തേക്കാനോ എന്താ അടുത്തുള്ളതെന്ന് വെച്ചാ നിങ്ങൾ ഓടി ഓടി അവിടെ ചെല്ലില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞു മുറിവ്, ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ നിങ്ങൾ സഹിക്കൂ? ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ മുമ്പിലാണ് ഒരു മനുഷ്യനെ 51 തവണ ചില കാബാലികർ ക്രൂരമായി വെട്ടുന്നതും കൊല ചെയ്യുന്നതും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 51 തവണ ഒരാളുടെ മുഖത്ത് വെട്ടേൽക്കണമെങ്കിൽ ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു കുത്തു മതിയായിരിക്കും, ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു ബ്ലേഡ് മതിയായിരിക്കും, ഒരാളെ കൊല്ലാൻ ചിലപ്പോ ഒരു വെട്ട് മതിയായിരിക്കും. ഒരാളെ 51 തവണ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ കൊല്ലുന്നവനും കൊല്ലാൻ ഏൽപ്പിക്കുന്നവന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെ ക്രൂരതയെ വടകരയുടെ മണ്ണിൽ ജയിക്കാൻ നമ്മൾ വിടില്ല എന്നുള്ളത് ഈ നാടിന്റെ ജനാധിപത്യ ബോധമുള്ളവൻ എടുക്കേണ്ട തീരുമാനം തന്നെയാണ്.